ചോറിന് ഒരുപാട് ഐറ്റംസ് ഒന്നും കൂട്ടി കഴിക്കാത്ത ഒരാൾക്ക് ഈ ഒരൊറ്റ ഐറ്റം മാത്രം മതി ഒരു പ്ലേറ്റ് ചോറ് തിന്നാനായിട്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സോയാ ചങ്ക്സ് വേവിച്ച് കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അരഞ്ഞു പോവരുത്, ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു സവാള അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. ഇനി എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് കട്ടാക്കി കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളിയുടെ കളറൊന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മസാലപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച സോയാ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒരു 5 മിനിറ്റോളം നമ്മൾ ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് ഇതൊന്ന് ഡ്രൈ ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം. താങ്ക് യു.